Hi, so welcome to an academy. Also welcome to Let's Crack Kerala Exams. So an academy യൂട്യൂബിൽ ആരംഭിച്ച പുതിയ ചാനലാണ് Let's Crack Kerala Exam. എല്ലാ കേരള PSC ആസ്പിറൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. സോ അൺ അക്കാഡമി ഇന്ത്യയിലെ ഓൺലൈൻ ലീഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അൺ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനൽ ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ വരുന്ന കംപ്ലീറ്റ് വീഡിയോസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഓക്കെ ദെൻ, സോ ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. എൻ്റെ പേര് അരുൺ ശിവരാമൻ എന്നാണ്. ഞാനൊരു 3 വർഷത്തിലധികമായി UPSC PSC ആസ്പിറൻസിന് വിവിധ സബ്ജക്റ്റുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നു. ദെൻ പൊളിറ്റി, ജോഗ്രഫി, കേരള ഹിസ്റ്ററി ഇതൊക്കെയാണ് എൻ്റെ കോർ സബ്ജക്ട്സ്. സോ KIS എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ KIS പ്രിലിംസ് കഴിഞ്ഞു, ഇപ്പോൾ മെയിൻസിന് വേണ്ട ക്ലാസ്സസും പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നുണ്ട്. മറ്റ് കേരള PSC എക്സാംസിനും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ ദെൻ, അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എന്ത് അഡീഷണൽ ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിക്കുക എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ഡെയിലി ലൈവ് ക്ലാസ്സസ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടും. അതായത് ഒരു പ്രോപ്പർ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന അതേ എൻവിറോൺമെന്റ് തന്നെ നിങ്ങൾക്ക് അൺ അക്കാഡമി പ്ലസിൽ ലഭിക്കുന്നു. സോ ഡെയിലി ലൈവ് ക്ലാസ്സസ്. സോ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററോട് സംസാരിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം, ധാരാളം ക്യൂസസ് എല്ലാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് കോഴ്സ് അൺ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡീറ്റെയിൽഡ് സിലബസ്, അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ദെൻ വേരിയസ് ക്വസ്റ്റ്യൻ ബാങ്ക്സ്, ദെൻ റിവിഷൻ മൊഡ്യൂൾസ്. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു എക്സാമിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും അൺ അക്കാഡമി പ്ലസ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഒന്ന് എടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. പ്ലസ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ദെൻ തേർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ആണ്. നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമുക്ക് നോളേജ് ബേസ് എത്രത്തോളം ഉണ്ടെങ്കിലും പലപ്പോഴും മോക്ക് ടെസ്റ്റുകൾ എടുക്കാത്തത് കൊണ്ടും ഒരു പ്രോപ്പർ എക്സാമിനേഷൻ സിനാരിയോ മുമ്പ് പരിചയിച്ചിട്ടില്ലാത്തത് കൊണ്ടും എക്സാം ഹാളിൽ ഒരു പക്ഷേ നമുക്ക് പാളിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ആ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ ഒരു പക്ഷേ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാതെ ഇരിക്കാം. സോ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി അൺ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ധാരാളം മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഡെയിലി ക്ലാസ്സസിലും ഡെയിലി ലൈവ് ടെസ്റ്റുകളും ക്യൂസസും ഉണ്ട്. ഓക്കെ, സോ അത് അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ MCQ സോൾവിംഗ് സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആക്സസ്. ഒരൊറ്റ അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് എന്താണ്, ഒന്നിലധികം ഡിവൈസുകളിൽ അൺ അക്കാഡമി കണ്ടന്റ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ വെറും ഒരു മാസം 350 രൂപയ്ക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാമാണ് അൺ അക്കാഡമി പ്ലസ് എടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ്. ദെൻ ഇത് അൺ അക്കാഡമി പ്ലസിലെ ലൈവ് ക്ലാസ്സുകളുടെ ടെംപ്ലേറ്റ് ആണ്. നോക്കൂ, വിവിധ എക്സാംസിന് വേണ്ടി വിവിധ തരം സ്ലോട്ടുകൾ അൺ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ ഓരോ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓരോ ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റീസ് ഉണ്ട്. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന 100 MCQs രശ്മിയ ആർ നായർ എന്ന് പറഞ്ഞ ഫാക്കൽറ്റി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദെൻ FSOക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ദിൽന കേസി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേറ്റർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒട്ടനവധി എഡ്യൂക്കേറ്റേഴ്സ് അൺ അക്കാഡമിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അവരുടെ എല്ലാം ക്ലാസ്സസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് അൺ അക്കാഡമി പ്ലസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അൺ അക്കാഡമിയുടെ ലീഡിംഗ് എഡ്യൂക്കേറ്റേഴ്സിനെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൽ പലരെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. മൻസൂർ അലി കാപ്പുങ്കൽ, ജാഫർ സാദിഖ്, സിപ്പി നൂറുദ്ദീൻ, സിജി ബിജു തുടങ്ങിയവരെല്ലാം നിങ്ങൾക്ക് പല യൂട്യൂബ് ക്ലാസ്സസ് അവരുടെ അറ്റൻഡ് ചെയ്ത് പരിചയമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവരടക്കം ഇന്ത്യയിലെ ലീഡിംഗ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സസ് അൺ അക്കാഡമി പ്ലസിൽ അവൈലബിൾ ആണ്. സോ അത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എഡ്യൂക്കേറ്ററുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഇതൊക്കെ അൺ അക്കാഡമി വിവിധ എക്സാംസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ബാച്ച് കോഴ്സസിന്റെ ടെംപ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് നോക്കാം, പ്രിപ്പയർ LP UP ഇൻ 90 days. അതായത് ഒരു എക്സാമിന്റെ ടൈം ഫ്രെയിം എത്രയാണോ ആ ടൈം ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട സിലബസ്, നിങ്ങളുടെ ലെസൺ പ്ലാൻ, നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ, നിങ്ങളുടെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ MCQs, റിവിഷൻ മൊഡ്യൂൾസ്, കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ, അതെല്ലാം ആ എക്സാമിന്റെ ടൈം ഫ്രെയിമിനകത്ത് വെച്ച് അൺ അക്കാഡമി പ്ലസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു 90 days, വളരെ ക്രൂഷ്യലായ ആ ഒരു 90 days നിങ്ങൾ സെൽഫായി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തും റിസർച്ച് ചെയ്തും സമയം കളയേണ്ട ആവശ്യമില്ല.
ജസ്റ്റ് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി അൺഅക്കാഡമി 160-ലധികം കോഴ്സസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പല ആസ്പിറൻസും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെഷനിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും 10th ശേഷം ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മറ്റൊരു സ്ട്രീമിലേക്ക് പോകും. സോ അതുകൊണ്ട് ന്യൂമറിക്കൽ സ്കിൽസ് ഒരു പക്ഷേ കുറവായിരിക്കും. സോ ഉറപ്പായും കിട്ടുന്ന മാർക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ മാർക്ക്. ആ മാർക്കുകൾ കളയുന്നതിലൂടെയും നിങ്ങൾ ലിസ്റ്റിൽ സ്ഥാനം പിടിക്കാതെ പോവാം. ഓക്കെ, സോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും അൺഅക്കാഡമി പ്ലസിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെഷൻ കാണണം. അതുപോലെ തന്നെ ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അല്ലെ, ഇംഗ്ലീഷ് എല്ലാം അറിയുമെങ്കിലും പ്രോപ്പറായിട്ട് ഒരു എക്സാമിനേഷന്റെ ലെവലിൽ ഇംഗ്ലീഷ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ചിലപ്പോൾ പാസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാമർ സൈഡ് ആയിരിക്കാം. അങ്ങനെ നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടും അൺഅക്കാഡമി പ്ലസ് പരിഹരിക്കുന്നുണ്ട്. സോ ജസ്റ്റ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഒന്ന് എടുത്താൽ മതി. ദെൻ അൺഅക്കാഡമി പ്ലസ് എടുക്കുന്നത് കൊണ്ടുള്ള മറ്റ് അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാഷ ഇവിടെ ഒരു പ്രശ്നമല്ല. ഓക്കെ, സോ മറ്റേതെങ്കിലും പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കാം. ബട്ട് അൺഅക്കാഡമി പ്ലസിൽ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ജസ്റ്റ് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ഈ ഭാഷയുടെ പ്രശ്നമില്ലാത്ത ക്ലാസ്സുകൾ ആക്സസ് ചെയ്യൂ. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ കണ്ടന്റ് എപ്പോഴും ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇനി ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ഓപ്ഷൻ എടുക്കുക, നിങ്ങളുടെ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യുക, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. സോ ഇതും അൺഅക്കാഡമി പ്ലസിന്റെ ബെനിഫിറ്റ്സ് ആണ്. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമ്മളുടെ എഡ്യൂക്കേറ്ററുമായി നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും, നമ്മളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ ഓൺലൈൻ ആൻസർ പോളിന്റെ ഒരു ടെംപ്ലേറ്റ് ആണ്. സോ ഓൺലൈൻ എക്സാമിന്റെ മോഡലിൽ തന്നെയാണ് ഇതും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഒരു ക്വസ്റ്റ്യൻ എത്രയാണോ എക്സാമിന് അലോക്കേറ്റഡ് ആയിരിക്കുന്ന സമയം, അത്രയും സമയം മാത്രമേ അൺഅക്കാഡമി പോളിലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ദെൻ അടുത്ത ബെനിഫിറ്റ് ആണ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ്. ഇത് നമ്മളൊരു എക്സാമിനേഷൻ അൺഅക്കാഡമിയിൽ ഒരു എക്സാം, അൺഅക്കാഡമി പ്ലസിൽ ഒരു എക്സാം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. അതായത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ദെൻ നിങ്ങളും ടോപ്പറും തമ്മിൽ ഏത് മാർജിനിൽ ഡിഫർ ചെയ്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എടുത്ത ആവറേജ് ടൈം എത്രയാണ്, നിങ്ങളുടെ കറക്റ്റ് ആൻസേഴ്സ്, റോങ് ആൻസേഴ്സ്, അൺഅറ്റൻഡഡ് ആൻസേഴ്സ്, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് കിട്ടും. സോ നിങ്ങൾ എത്ര പഠിച്ചാലും ഒരു എക്സാമിനേഷൻ സിറ്റുവേഷനിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അൺഅക്കാഡമിയുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് റെഡിലി അൺഅക്കാഡമിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ഒരു പ്ലസ് സബ്സ്ക്രൈബർ ആണെങ്കിൽ. PDFs, PPTs മുതലായ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് ഹാൻഡ് ഔട്ട് സോഫ്റ്റ് കോപ്പി ആയിട്ട് അൺഅക്കാഡമി പ്ലസിലുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ആക്സസ് ചെയ്യാം. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് സമയം കളയണമെന്നില്ല. ഓക്കെ, ഒരു റിവിഷനോ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഓടിച്ചു നോക്കുന്നതിനൊക്കെ അൺഅക്കാഡമിയുടെ PDFs നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ രീതിക്കാണ് നമ്മളുടെ എഡ്യൂക്കേറ്റേഴ്സ് PDFs പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഒന്ന് നോക്കാം. അൺഅക്കാഡമിയിൽ 1 മന്ത് മുതൽ 2 വർഷം വരെയുള്ള പാക്കേജസ് ഉണ്ട്. ഓൾസോ ഒരു പ്രത്യേക കാര്യം, ഇതിൽ ഒരു നോ കോസ്റ്റ് EMI ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പൈസ മുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പല EMIs ആയിട്ട് പൈസ കൊടുക്കാം. സോ ഒരു മാസത്തെ ചാർജ് നിങ്ങൾ ജസ്റ്റ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോം ഒന്ന് ട്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 മന്തിലെ സ്റ്റാർട്ടർ പാക്ക് എടുക്കാം. ജസ്റ്റ് 1260 rupees, 1260 രൂപ മാത്രമേ ഒരു മാസം നിങ്ങൾക്ക് ചെലവ് വരുന്നുള്ളൂ. ഓക്കെ, ദെൻ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു 90 ദിവസത്തിനകത്ത് ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു 3 മാസത്തെ ടൈം നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തെ പാക്കേജ് എടുക്കാം. ഓക്കെ, 3 മാസത്തെ പാക്കേജിന് വെറും 3150 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഒരു മാസം അപ്രോക്സിമേറ്റ്ലി, നോട്ട് അപ്രോക്സിമേറ്റ്ലി, എക്സാക്ട്ലി 1050 rupees മാത്രമേ നിങ്ങൾക്ക് ചെലവ് വരുന്നുള്ളൂ. ദെൻ നിങ്ങൾ ഒന്നിലധികം എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു 6 മാസം സമയമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്തും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് 6 മാസത്തെ പ്ലാൻ. 6 മാസത്തേക്ക് 5040 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ,
ദെൻ ഇയർലി പ്ലാൻ ഉണ്ട്. ഇയർലി പ്ലാൻ സോറി 6300 rupees ആണ്. അതായത് ഒരു മാസം വെറും 525 രൂപ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ, ആ വർഷത്തെ മുഴുവൻ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടും മാറ്റിവെക്കുന്നത്. സോ ആ പ്ലാൻ ഒരു അക്കാഡമിക് ഇയറിലെ ഒരു എക്സാമിനേഷൻ ഇയറിലെ എല്ലാ എക്സാംസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ദെൻ നിങ്ങളൊരു ലോങ് ടേം പ്രിപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2 വർഷത്തെ ഈ 2 വർഷത്തെ പ്ലാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, വളരെ എക്കണോമിക്കൽ ആയിരിക്കും. ഒരു മാസം നിങ്ങൾക്ക് വെറും 315 രൂപ മാത്രമേ വരുന്നുള്ളൂ. സോ 2 വർഷത്തേക്കും കൂടെ 7560 രൂപ മാത്രമേ നിങ്ങൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുള്ളൂ. ദെൻ ഈ പൈസയ്ക്ക് പുറമെ നിങ്ങൾക്കൊരു 10% ഓഫ് ഉണ്ട്. ആ 10% ഓഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun01 നിങ്ങൾ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന വേളയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്ലാനാണോ എടുക്കുന്നത് ആ പ്ലാനിൽ ഒരു 10% ഫ്ലാറ്റ് ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വളരെ സീരിയസ് ആയി പ്രോപ്പർ ട്രാക്കിൽ നിങ്ങളുടെ PSC എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അൺഅക്കാഡമി. ദെൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇന്നത്തെ ക്ലാസ് ഈസ് അബൌട്ട് എമർജൻസി പ്രൊവിഷൻസ്. ഓക്കെ, എന്താണ് എമർജൻസി പ്രൊവിഷൻസ്? ഇത് നമ്മളുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിന് അടുത്ത ദിവസം വന്ന ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ കട്ടിംഗ് ആണ്. സോ എന്താണ് എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നെല്ലാം, അല്ലെ? സോ എന്താണ് അടിയന്തരാവസ്ഥ, എന്തൊക്കെയാണ് അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസ്, എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൗലിക അവകാശങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിൽ പരിശോധിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ തന്നെ ഭരണഘടനാ നിർമ്മാണ ശില്പികൾ തീരുമാനിച്ചിരുന്നു. എന്താണ്? നമ്മളുടെ രാജ്യം ഏതെങ്കിലും അസാധാരണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ നമ്മളുടെ പൊളിറ്റിയിൽ കാര്യമായ ചേഞ്ചസ് കൊണ്ടുവന്നാൽ മാത്രമേ, താൽക്കാലികമായി കാര്യമായ ചേഞ്ചസ് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യത്തെ നമുക്ക് നേരിടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള വിവിധ അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ് എവിടെ വന്നിരിക്കുന്നത്? നമ്മളുടെ ഭരണഘടനയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നമ്മളുടെ എപ്പോഴത്തെയും ക്ലാസ്സിലെ പോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ തുടങ്ങാം. ഓക്കെ, സോ ഇതിപ്പോ റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈവായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. ബട്ട് എങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം ഞാനൊന്ന് പോസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ ജസ്റ്റ് മനസ്സിൽ ഒന്ന് ഒരു ആൻസർ ഫോർമേഷൻ നടത്താനുള്ള ഒരു ടൈം തരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എമർജൻസി ഈസ് ഡിക്ലെയർഡ് അണ്ടർ. ഓക്കെ, സ്റ്റേറ്റ് എമർജൻസി ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്? നമുക്കറിയാം സംസ്ഥാനത്ത് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക? നമ്മൾ അതിന് പ്രസിഡൻസ് റൂൾ എന്നാണ് പറയാ. സോ അത് ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 356, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 352, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 360, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 359. ഓക്കെ, സോ ആസ്പിറൻസ് ആൻസർ ഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ 356. ഓക്കെ, നമ്മൾ അത് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ വെച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഡ് റിബല്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സായുധ കലാപം. ഓക്കെ, will lead to the invocation of which article under the constitution? അപ്പോൾ ഇത് ചോദിക്കുന്നത് സായുധ കലാപം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, ഇപ്പൊ സായുധ കലാപം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും സായുധ കലാപം നടക്കുന്നുണ്ട്, അത് ഇതൊരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. സോ അതിന് ഏത് ആർട്ടിക്കിൾ ആണ് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് ഉപയോഗിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എ ആർട്ടിക്കിൾ 360, 360. ആർട്ടിക്കിൾ ബി ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 356, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 352 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 355. സോ ഏതായിരിക്കും ഉപയോഗിക്കുക? ആസ്പിറൻസ് ആൻസർ ഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആർട്ടിക്കിൾ 352. നാഷണൽ എമർജൻസി ആണ് പ്രഖ്യാപിക്കുക. ഓക്കെ, സോ ആർക്കെങ്കിലും ഇതിന്റെ കൺസെപ്റ്റുകൾ ക്ലിയർ ആയില്ല എങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ 356 ആണ്. ഓക്കെ, ദെൻ കേരള ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഫസ്റ്റ് മിനിസ്ട്രിയെ ഡിസ്മിസ് ചെയ്തത് എങ്ങനെയാണ്? ആർട്ടിക്കിൾ 356 പ്രയോഗിച്ചിട്ടാണ്.
സോ അത് PSC ആസ്പിറൻസിന് എല്ലാം അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഓക്കെ, സോ അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേണ്ടി വളരെ ഈസി ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തതാണ്. ആർട്ടിക്കിൾസ് തമ്മിൽ കൺഫ്യൂസ് ചെയ്ത് പോകരുത്. സെക്കൻഡിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ദെൻ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ഒരു ചെറിയ PSC ഫാക്റ്റ് ആണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ഭാഗം എന്ന് പറയുന്നത് 18th ആണ്. ഓക്കെ, പാർട്ട് 18 18ാമത്തെ അധ്യായത്തിലാണ് അല്ലെങ്കിൽ 18ാമത്തെ പാർട്ടിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ ഏതെല്ലാം അനുച്ഛേദങ്ങളാണ് അടിയന്തരാവസ്ഥയെ ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 352 മുതൽ 352 മുതൽ ഓക്കെ ആർട്ടിക്കിൾ 352 മുതൽ ആർട്ടിക്കിൾ 360 അത്രയും ആർട്ടിക്കിൾസ് ആണ് എന്തിനെ ഡീൽ ചെയ്യുന്നത്? നമ്മളുടെ അടിയന്തരാവസ്ഥയെ ഡീൽ ചെയ്യുന്നത്. സോ അതൊരു PSC ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു 4 ആർട്ടിക്കിൾസ് തന്നിട്ട് 250, 263, 114 ആൻഡ് 353 ഇതിൽ ഏതാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ 352നും 360നും ഇടയ്ക്ക് വരുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് ആ 350 ആയിരിക്കും എന്ന് പറയാം. സോ ഓക്കെ, എപ്പോഴും ഓർക്കാം ഈ 352 മുതൽ ഒരു 60 വരെ ആ ഒരു 12 നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഈ 360 ഒക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് 360 ഡേയ്സ് അല്ലെ, ഒരു വർഷത്തെ 365 ഡേയ്സ് ഉണ്ട്. ഓക്കെ, ഒരു റൊട്ടേഷൻ ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെ ഒരു കോഡൊക്കെ വേണമെങ്കിൽ ഓർക്കും. ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളൊരു 360 ഡിഗ്രി കറങ്ങും. അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ കറങ്ങും എന്ന ഒരു കോഡ് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, സോ 352 to 360 അതാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്. ഓക്കെ, ദെൻ നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ 3 തരത്തിലുള്ള എമർജൻസീസ്, അതായത് 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിക്കാൻ സാധിക്കുക. ഓക്കെ, ഏതെല്ലാമാണെന്ന് പറഞ്ഞാൽ 1 ഈസ് നാഷണൽ എമർജൻസി. ഓക്കെ, ദെൻ പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയാണ് നമ്മൾ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു എന്ന് പറയില്ലേ. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ മേഘാലയയിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു, രാജസ്ഥാനിൽ ഭരണഘടനാ പ്രതിസന്ധി, അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു എന്ന് പറയില്ലേ. സോ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയാണ് ഈ പറയുന്ന പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. പിന്നീടുള്ളതാണ് നമ്മൾ ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയും, അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇങ്ങനെ 3 അടിയന്തരാവസ്ഥകളാണ് നമ്മൾക്ക് ഭരണഘടനാ പ്രകാരം രാജ്യത്ത് പ്രഖ്യാപിക്കാൻ സാധിക്കുക. സോ അത് ആസ്പിറൻസ് ഒന്ന് നോട്ട് ചെയ്യാം. 3 അടിയന്തരാവസ്ഥകളെ രാജ്യത്തുള്ളൂ. മറ്റൊരു തരത്തിലുള്ള അടിയന്തരാവസ്ഥയിൽ അതിന്റെ പേരും നോട്ട് ചെയ്യാം. നാഷണൽ എമർജൻസി, പ്രസിഡൻസ് റൂൾ, ഓൾസോ ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, ദെൻ നമുക്ക് നാഷണൽ എമർജൻസി നോക്കാം. ഓക്കെ, സോ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 352 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ ആംഡ് റിബല്യൻ നോക്കൂ. ആംഡ് റിബല്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കുക. അത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 352. അപ്പൊ ആർട്ടിക്കിൾ 352 ദെൻ അത് പ്രഖ്യാപിക്കുന്നതിനുള്ള 3 ക്രൈറ്റീരിയസ്. ഒന്ന് യുദ്ധം. ഓക്കെ, മറ്റേതെങ്കിലും ഒരു രാജ്യവുമായി യുദ്ധം വരും, അതൊരു അസാധാരണ സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്താൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? സോ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വന്നു, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് OBS സ്റ്റുഡിയോയിലേക്ക് ഒന്ന് തിരിച്ചു വന്നത്. ഓക്കെ, സോ അത് സോൾവ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ വി ക്യാൻ കണ്ടിന്യൂ വിത്ത് അവർ ക്ലാസ്സസ്. സോ ആർട്ടിക്കിൾ 352 പ്രഖ്യാപിക്കുന്ന കണ്ടീഷൻ ഫസ്റ്റ് ഈസ് വാർ, ദെൻ എക്സ്റ്റേണൽ അഗ്രഷൻ, ഒരു വൈദേശിക രാജ്യത്തിന്റെ കടന്നുകയറ്റം. അങ്ങനെ ഉണ്ടായാലും നമുക്ക് എന്ത് പ്രഖ്യാപിക്കാം? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആംഡ് റിബല്യൻ, സായുധ കലാപം. അപ്പൊ ഈ 3 ഗ്രൗണ്ടിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ മുൻകാലങ്ങളിൽ, അതായത് 44ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നൊരു ക്രൈറ്റീരിയ കൂടെ ഉണ്ടായിരുന്നു. അതായത് ആഭ്യന്തരമായ അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യായിരുന്നു? അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പിന്നെ ആ പ്രൊവിഷൻ വളരെ വേഗമായതുകൊണ്ട് അത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു. സോ അതിന്റെ ഭാഗമായിട്ടാണ് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളത് മാറ്റിയിട്ട്
ഒരു സായുധ കലാപം നടന്നാൽ മാത്രമേ പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എമർജൻസി ആണ് പ്രസിഡന്റ്സ് റൂൾ എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രപതി ഭരണം നമ്മുടെ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 356. ഓക്കെ, അത് വേണമെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു വർഷം എത്ര 365 ദിവസം. പക്ഷേ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കണമെങ്കിൽ എന്താണ് 356 വകുപ്പ് അനുച്ഛേദം. ഓക്കെ, സോ ആ 6ഉം 5ഉം ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ആ ഒരു കോഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു വർഷത്തിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തുന്നു. ഡേയ്സ് നമ്മളൊന്ന് ഇന്റർചേഞ്ച്, ഡേയ്സിന്റെ നമ്പർ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ എന്താണ് പ്രൊവിഷൻ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ്സ് റൂള് സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുക? അതായത് നമ്മളുടെ ഭരണഘടനാ സംവിധാനം, ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകരാറിലാണ്, അല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനം എന്ന് പറയുന്നത് പരാജയപ്പെട്ട് കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? നമ്മളുടെ രാഷ്ട്രപതി എന്ത് ചെയ്യുക? രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുക. സോ അതാണ് നമ്മളുടെ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 356 അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 356 പ്രയോഗിച്ച് അവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവരാം. ഓക്കെ, ദെൻ വരുന്നതാണ് ഫിനാൻഷ്യൽ എമർജൻസി, അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അത് പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 360 ആണ്. അതായത് നമ്മളുടെ ഒരു റൊട്ടേഷൻ അല്ലെ, 360 ഡിഗ്രി അല്ലേ നമ്മളൊന്ന് കറങ്ങാന്ന് പറഞ്ഞു. സോ അതും ആ കോഡ് യൂസ് ചെയ്ത് വേണമെങ്കിൽ മെമ്മറൈസ് ചെയ്യാം. സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കറങ്ങും. ഓക്കെ, സോ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഒരൊറ്റ പ്രൊവിഷനേ ഉള്ളൂ. എന്താണ് ആ പ്രൊവിഷൻ? ത്രെറ്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ്. അതായത് രാജ്യം ഒരു സാമ്പത്തിക അസ്ഥിരതയിലേക്ക് പോവുകയോ വലിയ രീതിയിൽ ഒരു വായ്പാ പ്രതിസന്ധി വരികയോ ചെയ്താൽ അതെന്താണ്? അതൊരു അസാധാരണ സാഹചര്യമായി ഗവൺമെന്റ് കണക്കാക്കും. അതിന്റെ പേരിൽ എന്താണ്? ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. സോ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വരാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധയോടെ വായിക്കാം. ലോക്സഭ സ്റ്റാൻഡ് സസ്പെൻഡഡ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നാഷണൽ എമർജൻസി. സോ നാഷണൽ എമർജൻസി വന്നാൽ എന്തെല്ലാം നടക്കുന്നതാണ് ചോദിക്കുന്നത്. ലോക്സഭ സ്റ്റാൻഡ്സ് സസ്പെൻഡഡ്. ദ ലൈഫ് ഓഫ് ലോക്സഭ ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. അതായത് ലോക്സഭയുടെ കാലാവധി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നാഷണൽ എമർജൻസി ഓപ്പറേഷണലായ ഒരു സാഹചര്യത്തിൽ. ദെൻ തേർഡ്, പ്രസിഡന്റ് ക്യാൻ എക്സ്റ്റെൻഡ് ദ ലൈഫ് ഓഫ് സ്റ്റേറ്റ് അസംബ്ലി ബൈ 1 year. ഓക്കെ, അതായത് സംസ്ഥാന നിയമസഭയുടെ കാലാവധിയും പ്രസിഡന്റിന് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. ചോദ്യം, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആസ്പിറൻസ് വളരെ ശ്രദ്ധയോടെ നോക്കണം. റോങ് സ്റ്റേറ്റ്മെന്റ് ആണോ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് അതോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഉത്തരം അറിയെങ്കിലും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റായിട്ട് മാർക്ക് ചെയ്യും. സോ എന്താണ് സെലക്ട് ചെയ്യാൻ പറയുന്നത്? ഇപ്പൊ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ നിങ്ങൾ ഒരു ആൻസർ ഫോർമേഷൻ നടത്തി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ലോക്സഭ സ്റ്റാൻഡ് സസ്പെൻഡഡ് എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ ഏതാണ്? സി, 1 ഓൺലി. കാരണം അതാണ് തെറ്റായിട്ടുള്ളത്. വേറെ രണ്ടും കറക്റ്റ് ആണ്. കാരണം അടിയന്തരാവസ്ഥ ഓപ്പറേഷനിലാണെങ്കിൽ ലോക്സഭയുടെ കാലാവധി പാർലമെന്റിന് ഒരു നിയമം മൂലം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാന നിയമസഭയുടെ കാലാവധിയും 1 വർഷത്തേക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. സോ അതൊന്ന് ഓർക്കാം. നമ്മളത് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, 1 ഓൺലി. ഓക്കെ, ദെൻ നോക്കൂ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ആർട്ടിക്കിൾ 358. ഓക്കെ, 358 അനുച്ഛേദം ഡീൽസ് വിത്ത് ദ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 19. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഫ്രീഡം ടു സ്പീച്ച്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, ഓക്കെ, ഫ്രീഡം ടു പ്രൊട്ടസ്റ്റ്, ഓക്കെ, നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാം വരുന്നത് ഏതാണ്? സോ റൈറ്റ് ടു ഓക്യുപ്പേഷൻ, സെറ്റിൽ എനിവർ ഇൻ ദ കൺട്രി, ട്രാവൽ അലോങ് ദ കൺട്രി, അതെല്ലാം വരുന്നത് ആർട്ടിക്കിൾ 19 സോ ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് കിട്ടുന്ന മൗലിക അവകാശങ്ങളെല്ലാം ആർട്ടിക്കിൾ 358 ഉപയോഗിച്ച് ഒരു നാഷണൽ എമർജൻസിയുടെ സിറ്റുവേഷനിൽ സസ്പെൻഡ് ചെയ്യപ്പെടാം എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സെക്കൻഡ്, ആർട്ടിക്കിൾ 359 ഡീൽസ് വിത്ത് ദ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സെപ്റ്റ് ദോസ് ഗ്യാരണ്ടീഡ് ബൈ 20 and 21. ഓക്കെ, അതായത് ആർട്ടിക്കിൾ 358 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ദെൻ ആർട്ടിക്കിൾ 359 ഉപയോഗിച്ച് നമുക്ക് ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള
എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദ് ചെയ്യാം എന്നാണ് പറയുന്നത്. എക്സെപ്റ്റ് ആർട്ടിക്കിൾ 20 21. ഓക്കെ, 20 21 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം റദ്ദ് ചെയ്യാൻ ആർട്ടിക്കിൾ 359 മൂലം സാധിക്കും എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, നോ ഫർദർ ഓർഡർ ഈസ് നീഡഡ് ഫോർ സസ്പെൻഷൻ ഓഫ് ആർട്ടിക്കിൾ 19 വെൻ നാഷണൽ എമർജൻസി ഈസ് ഓപ്പറേറ്റിംഗ്. ഓക്കെ, അതായത് നാഷണൽ എമർജൻസി ഓപ്പറേഷണൽ ആണെങ്കിൽ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള നമ്മളുടെ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിന് പുതിയൊരു ഓർഡറിന്റെയും ആവശ്യമില്ല. അതായത് എന്താണ്, ഭരണഘടന നമ്മളുടെ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റൊരു ഓർഡറും ആവശ്യമില്ല. ആ എമർജൻസിയുടെ പ്രഖ്യാപനത്തോടു കൂടി തന്നെ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ സാധിക്കും എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ ആസ്പിറൻസിന് ആൻസർ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇതിലെ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഡി ഓൾ ദ എബോവ് ആണ് ആൻസർ. സോ ഇതൊരു ഫാക്ട് ആയിട്ട് റിമെമ്പർ ചെയ്യണം. നമ്മളുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 358 ഉപയോഗിച്ച് ആർട്ടിക്കിൾ 19 വഴി നമുക്ക് ലഭിക്കുന്ന എല്ലാ മൗലിക അവകാശങ്ങളും നമുക്ക് റദ്ദ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ ഫ്രീഡം ടു സ്പീച്ച് എല്ലാം എന്ത് ചെയ്യാം, ആർട്ടിക്കിൾ 358 ഉപയോഗിച്ച് അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ റദ്ദ് ചെയ്യാൻ സാധിക്കും. ദെൻ ആർട്ടിക്കിൾ 359 ഉപയോഗിച്ച് നമ്മളുടെ ബാക്കി എല്ലാ മൗലിക അവകാശങ്ങളും നമുക്ക് റദ്ദ് ചെയ്യാം, എക്സെപ്റ്റ് ആർട്ടിക്കിൾ 2021 20 21 ഒഴിച്ച് ബാക്കി എല്ലാ മൗലിക അവകാശങ്ങളും നമുക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കും. സോ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് വരുന്നുണ്ട്. സോ അതെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. സോ ഇത് ഓർക്കുക, 358 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ. ഓക്കെ, 359 എന്ന് പറയുന്നത് 20 21 ഒഴിച്ച് ബാക്കി എല്ലാം റദ്ദ് ചെയ്യാൻ. ദെൻ അടിയന്തരാവസ്ഥ ഓപ്പറേഷനിലാണെങ്കിൽ നമുക്ക് മറ്റൊരു ഓർഡറിന്റെ ആവശ്യമില്ല. നമ്മളുടെ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള എല്ലാ അവകാശങ്ങളും ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്ത് പോയി. ഓക്കെ, സോ ഈ 358 എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുകയാണ് നമ്മളുടെ അടിയന്തരാവസ്ഥ ഓപ്പറേഷണൽ ആയി കഴിഞ്ഞത്. ഓക്കെ, സോ ഓപ്ഷൻ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ഓൾ ദ എബോവ്. ദെൻ നാഷണൽ എമർജൻസിയുടെ ചില ഗ്രൗണ്ട്സ്. ഡിക്ലറേഷൻ, ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ 3 ഗ്രൗണ്ട് പറഞ്ഞു, അതായത് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, അതുപോലെ തന്നെ എന്താണ്, ആംഡ് റിബല്യൻ. ഇത് നടന്നു കഴിയുകയോ അല്ലെങ്കിൽ നടക്കുന്ന അവസരത്തിലോ മാത്രമല്ല, ഇത് നടക്കും എന്ന ഉറച്ച ബോധ്യം പ്രസിഡന്റിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അതിനു മുമ്പേ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ സായുധ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നെങ്കിൽ അതിനെന്താണ് പറയുക, ഇന്റേണൽ എമർജൻസി, ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നാണ് പറയുക. ദെൻ പ്രസിഡന്റ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത്. ഓക്കെ, അതൊരു ഫാക്ട് ആയിട്ട് തന്നെ റിമെമ്പർ ചെയ്യാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ നമ്മളുടെ ഭരണ സംവിധാനത്തിൽ പ്രസിഡന്റിന് അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് വേണം, തീർച്ചയായിട്ടും ക്യാബിനറ്റിന്റെ റെക്കമെൻഡേഷൻ വേണം. ക്യാബിനറ്റിന്റെ റെക്കമെൻഡേഷൻ ആണ്, അത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കണം. ഒരിക്കലും പ്രൈം മിനിസ്റ്ററുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, ക്യാബിനറ്റ് മുഴുവനായി കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി പ്രസിഡന്റിന് കൊടുക്കുന്ന റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ദെൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഭാഗമാകുമോ, അതായത് നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും നമ്മളുടെ ജുഡീഷ്യൽ റിവ്യൂവിന്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. ദെൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അതിനെങ്ങനെയാണ് പാർലമെന്റിന്റെ അംഗീകാരം വാങ്ങിച്ചെടുക്കേണ്ടത്, എത്രയാണ് അതിന്റെ കാലദൈർഘ്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ 2 ഹൗസസ്, അതായത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗീകാരം വാങ്ങിച്ചേ പറ്റൂ. ഓക്കെ, വാങ്ങിച്ചില്ല എങ്കിൽ എന്താണ്, അത് സീസ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ 1 മാസത്തിനുള്ളിൽ 2 ഹൗസിലും അത് അംഗീകാരം വാങ്ങണം. ദെൻ ഒരു പക്ഷേ നമ്മളുടെ ലോക്സഭ അതിനകത്ത് പിരിഞ്ഞു പോയാലോ, അതായത് ലോക്സഭ ഡിസോൾവ് ചെയ്ത് പോയാലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിലനിൽക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ലോക്സഭ ഉണ്ടായി 1 മാസത്തിനകത്ത് അംഗീകാരം വാങ്ങിച്ചാൽ മതി. ഓക്കെ, അതായത് ഒരു ലോക്സഭ ഡിസോൾവ് ചെയ്യാണ്, ഇപ്പോൾ ഒരു ലോക്സഭയുടെ അവസാനം 2 ദിവസം കഴിഞ്ഞാൽ പുതിയൊരു ഇലക്ഷൻ ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ലോക്സഭ ഡിസോൾവ് ചെയ്തു, ഒരു ഇലക്ഷൻ സിറ്റുവേഷനിലാണ് രാജ്യം നിൽക്കുന്നത്, അപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ലോക്സഭ കൂടി 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, അംഗീകാരം വാങ്ങിച്ചാൽ മതി. പക്ഷെ അതിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, രാജ്യസഭയുടെ അംഗീകാരം വാങ്ങിച്ചു വെക്കണം. ഓക്കെ, അതായത് നമ്മുടെ അപ്പർ ഹൗസ് ആയ രാജ്യസഭയുടെ അംഗീകാരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്മളുടെ ലോക്സഭ ഡിസോൾവ് ചെയ്ത് പോയാലും പുതിയ ലോക്സഭ വന്ന് 1 മാസം വരെ നമ്മളുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വാലിഡ് ആണ്. ഓക്കെ,
ദെൻ അടിയന്തരാവസ്ഥയുടെ കാലദൈർഘ്യം എന്ന് പറഞ്ഞത് ഒരു തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 സഭകളുടെയും അംഗീകാരം വാങ്ങിച്ചാൽ 6 മാസം വരെ നീണ്ടു നിൽക്കും. ഓക്കെ, അതിനുശേഷം ഓരോ 6 മാസം കൂടുമ്പോൾ എന്താണ് പാർലമെന്റിന്റെ 2 ഹൗസിന്റെയും നമ്മളുടെ ലോക്സഭയുടെയും അതേപോലെ തന്നെ രാജ്യസഭയുടെയും അംഗീകാരം വാങ്ങണം. ഓക്കെ, ദെൻ അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി അല്ല, സ്പെഷ്യൽ മെജോറിറ്റി ആണ്. ഓക്കെ, അതായത് വെറുതെ ഇപ്പൊ നമ്മൾക്ക് 545 ആണെങ്കിൽ അതിന്റെ പകുതി, അല്ലെങ്കിൽ 543 MPs ആണെങ്കിൽ അതിന്റെ പകുതി 272 273 വാങ്ങിച്ചാൽ നമ്മളുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാസ്സാവില്ല. സ്പെഷ്യൽ മെജോറിറ്റി വേണം. 273 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ മെജോറിറ്റി, അതായത് ആകെ അംഗബലത്തിന്റെ പകുതിയിൽ കൂടുതൽ, അതാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. അത് മാത്രം പോരാ. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷനാണ് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ വേണ്ടത്. സ്പെഷ്യൽ മെജോറിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് വേണം. ഒന്ന്, ഫസ്റ്റ് നമുക്ക് സിമ്പിൾ മെജോറിറ്റി വേണം, അതായത് നമ്മളുടെ പാർലമെന്റിന്റെ ലോക്സഭയുടെ ആകെ അല്ലെങ്കിൽ 2 സഭകളുടെ 2 ഹൗസിലും വാങ്ങണ്ടേ. അപ്പോൾ ഒരു ഹൗസിൽ എത്രയാണോ അതിന്റെ മുഴുവൻ അംഗത്വം, അതിന്റെ പകുതിയിലധികം പേര് ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അനുകൂലിക്കണം. 2, ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അനുകൂലിക്കുന്ന അവസരത്തിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ എത്ര പേരാണോ പ്രസന്റ് ആയിട്ടുള്ളത് അതിൽ 2/3 ഭൂരിപക്ഷം വേണം. അപ്പൊ നമുക്ക് 272 മാത്രം പോരാ. ഇപ്പൊ 500 പേര് ആ ദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിൽ നമ്മളുടെ ലോക്സഭയിൽ ഉണ്ടെങ്കിൽ 500 MPമാരുണ്ടെങ്കിൽ നമ്മളുടെ 543 MPമാരുടെ പകുതിയായ 273 മെമ്പേഴ്സിന്റെ അംഗീകാരം വേണം. അതുകൂടാതെ അന്ന് പ്രസന്റ് ആയ 500 MPമാരിൽ 2/3 കൂടെ അംഗീകാരം ഉണ്ടെങ്കിലേ എന്ത് പാസ്സാവുള്ളൂ? ഇത് പാസ്സാവുള്ളൂ. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ദെൻ റിവോക്കേഷൻ. എങ്ങനെയാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കുക? അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ വളരെ എളുപ്പമാണ്. പ്രസിഡന്റിന് ഒരു പ്രൊക്ലമേഷനിലൂടെ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നു എന്ന ഒറ്റ പ്രൊക്ലമേഷനിലൂടെ അടിയന്തരാവസ്ഥയെ പിൻവലിക്കാം. അതിനുവേണ്ടി പാർലമെന്റിന്റെ അംഗീകാരം വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ അടിയന്തരാവസ്ഥ ഇമ്പോസ് ചെയ്യാൻ മാത്രം മതി പാർലമെന്റിന്റെ അപ്രൂവൽ. അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ പാർലമെന്റിന്റെ അപ്രൂവൽ ആവശ്യമില്ല. ദെൻ പിന്നെ അടിയന്തരാവസ്ഥ വിഡ്രോ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലോക്സഭയ്ക്ക് എന്ത് ചെയ്യാം? ഒരു പ്രമേയം പാസ്സാക്കാം. അടിയന്തരാവസ്ഥ വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു പ്രമേയം പാസ്സാക്കി എന്ത് ചെയ്യാൻ പറ്റും? അടിയന്തരാവസ്ഥ വിഡ്രോ ചെയ്യാം. അത് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്താൽ മതി. അതായത് 273 MPമാര് അടിയന്തരാവസ്ഥയെ പ്രതികൂലിച്ച് ലോക്സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് വോട്ടിനിട്ട് പാസ്സാക്കിയാൽ എന്ത് ചെയ്യും? നമ്മളുടെ അടിയന്തരാവസ്ഥ പിൻവലിക്കും. ഓക്കെ, സോ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് സെഷൻ ഇല്ലെങ്കിൽ എന്താണ്? 10-1 MPമാര് സ്പീക്കർക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനെയോ കണ്ട് ലോക്സഭ ചേരണം എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭ ചേരി പിന്നീട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിലൂടെ ഇതിനെ പിൻവലിക്കാൻ സാധിക്കും. ദെൻ എന്തൊക്കെയാണ് സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രവും തമ്മിലുള്ള ബന്ധങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ വരുന്ന മാറ്റം? ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻസ് ഏത് കാര്യത്തിലും സ്റ്റേറ്റിന് കൊടുക്കുന്നതിന് വേണ്ടി സെന്ററിന് സാധിക്കും. അതായത് മുമ്പ് സെന്ററിന് ചില കാര്യങ്ങളിൽ മാത്രമേ സ്റ്റേറ്റിന് ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തെയും അല്ലെങ്കിൽ എന്ത് കാര്യത്തെ സംബന്ധിച്ചും വ്യക്തമായ നിർദ്ദേശം കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് കൊടുക്കാൻ സാധിക്കും. സംസ്ഥാനം അത് അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. ദെൻ നമ്മൾ നേരത്തെ 3 ലിസ്റ്റുകളുടെ കാര്യമെല്ലാം പല ക്ലാസ്സുകളിൽ സംസാരിച്ചു. നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിലെല്ലാം നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭയാണ്. എന്നാൽ അടിയന്തരാവസ്ഥ വന്നാൽ പാർലമെന്റിന് എന്തുണ്ട്? സംസ്ഥാന ലിസ്റ്റിലുള്ള ഏത് കാര്യത്തിലും നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റിന് വരികയാണ്. ദെൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? നികുതി, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള നികുതി പങ്കുവെക്കലിനെയൊക്കെ പരിഷ്കരിക്കാനും മാറ്റം വരുത്താനും പ്രസിഡന്റിന് അധികാരം വരും. അങ്ങനെ വരുത്തുന്ന മാറ്റങ്ങൾ ആ ഫിനാൻഷ്യൽ ഇയർ മുഴുവൻ കണ്ടിന്യൂ ചെയ്യും. എമർജൻസി പിൻവലിച്ചാലും ഈ വരുത്തുന്ന മാറ്റം എന്താണ്? ആ സാമ്പത്തിക വർഷം മുഴുവൻ ഉണ്ടാകും. ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ദെൻ പ്രസിഡന്റ്സ് റൂൾ, അതായത് സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. The state governor on behalf of the president carries the state administration with the help of chief secretary of the state or the advisors appointed by the president. അതായത് സംസ്ഥാന ഗവർണർ പ്രസിഡന്റിന്റെ പേരിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഉപദേശകന്റെ സഹായത്താലോ സംസ്ഥാന ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 2,
ദ പ്രസിഡന്റ് ഡിസ്മിസസ് ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ. അതായത് സംസ്ഥാനത്തെ മന്ത്രിസഭയെ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. അതാണ് സ്റ്റേറ്റ്മെന്റ് 2. സ്റ്റേറ്റ്മെന്റ് 3, ദ പ്രസിഡന്റ് എയ്തർ സസ്പെൻഡ്സ് ഓർ ഡിസോൾവ്സ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് നമ്മളുടെ സംസ്ഥാന നിയമസഭയെ ഒന്നുമില്ലെങ്കിൽ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യും, അല്ലെ, സോറി, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പിരിച്ചുവിടും. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആസ്പിറൻസിന് ആൻസർ കിട്ടിക്കാണോന്ന് വിശ്വസിക്കുന്നു. ഡി, ഓൾ ദ എബോവ് ആണ് ആൻസർ. ഓക്കെ, സോ ഇത് 3ഉം എന്താണ്? അടിയന്തരാവസ്ഥ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചാൽ നടപ്പിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 356 ആണ്. ഓക്കെ, ഭരണഘടനയിലെ 356 അനുച്ഛേദം. സോറി, ദെൻ ഇമ്പോസ് ചെയ്യാനുള്ള പ്രൊവിഷൻ എന്താണ്? എങ്ങനെയാണ് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ വരിക? അതായത് സംസ്ഥാന ഭരണം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടല്ല മുന്നോട്ട് പോകുന്നെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും ഭരണഘടനാ പ്രതിസന്ധി വരും. അതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. പിന്നെയുള്ള അടുത്ത പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് ലംഘിക്കുകയാണെങ്കിൽ, ഓക്കെ, വ്യക്തമായ എക്സിക്യൂട്ടീവ് ഡയറക്ഷനോ അധികാരത്തിലുള്ള വ്യക്തമായ എക്സിക്യൂട്ടീവ് ഡയറക്ഷനോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് സംസ്ഥാനം നിരാകരിക്കുകയാണെങ്കിലും അവിടെ എന്താണ്? ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവും. അതിന്റെ പേരിലും രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാം. ദെൻ പാർലമെന്ററി അപ്രൂവൽ. ഓക്കെ, പാർലമെന്റിന്റെ അംഗീകാരം എങ്ങനെയാണ് വാങ്ങേണ്ടത്? നമ്മളുടെ ദേശീയ അടിയന്തരാവസ്ഥ, അതായത് നാഷണൽ എമർജൻസി ആണെങ്കിൽ 1 മാസമാണ് സമയം. പക്ഷെ സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിൽ 2 മാസത്തിനകത്ത് അംഗീകാരം വാങ്ങിച്ചാൽ മതി. 2 ഹൗസിന്റെ അംഗീകാരം വാങ്ങണം. സിമ്പിൾ മെജോറിറ്റി മതി, സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമില്ല. ഓക്കെ, 3/2 ആവശ്യമില്ല. ആകെ അംഗത്വത്തിന്റെ പകുതിയിലധികം വോട്ട് ചെയ്താൽ മതി. ദെൻ 6 മാസമാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഓരോ 6 മാസത്തിലും നമ്മൾ ഹൗസിന്റെ അംഗീകാരം വാങ്ങണം. ബാക്കിയെല്ലാം സെയിം ആണ്. ദെൻ കോൺസിക്വൻസസ് എന്തെല്ലാമാണ് സംസ്ഥാന ഭരണത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എക്സിക്യൂട്ടീവിന്റെ അധികാരം പൂർണ്ണമായിട്ടും പ്രസിഡന്റിനെ ഏറ്റെടുക്കാം. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ മുഴുവൻ അധികാരവും, അതായത് മിനിസ്റ്റർമാർക്കോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് മുഖ്യമന്ത്രിക്കോ ഒക്കെ ഉള്ള എന്തെല്ലാം അധികാരങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവൻ പ്രസിഡന്റിനെ ഏറ്റെടുക്കാം. ദെൻ സംസ്ഥാന നിയമസഭയുടെ അധികാരങ്ങളെ മുഴുവൻ പ്രസിഡന്റിന് ആർക്ക് കൊടുക്കാൻ പറ്റും? പാർലമെന്റിന് കൽപ്പിച്ചു കൊടുക്കാനും സാധിക്കും. ദെൻ നമ്മളുടെ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ ഒക്കെ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും എല്ലാ പ്രൊട്ടക്ഷനും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 360 അനുസരിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് കാര്യമായ പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വലിയൊരു വായ്പാ പ്രതിസന്ധി ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുക. ദെൻ എന്താണ്? അത് തീർച്ചയായിട്ടും ജുഡീഷ്യൽ റിവ്യൂവിന് സബ്ജക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനും നമ്മൾ സംസ്ഥാന അടിയന്തരാവസ്ഥ പോലെ തന്നെ 2 മാസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ അപ്രൂവൽ വാങ്ങിച്ചാൽ മതി. ദെൻ ഒരു തവണ അപ്രൂവൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് മറ്റ് അടിയന്തരാവസ്ഥകളെ പോലെ 6 മാസം കൂടുമ്പോൾ പാർലമെന്റിന്റെ 2 ഹൗസിന്റെയും അംഗീകാരം വാങ്ങണ്ട. ഒരിക്കൽ അംഗീകാരം വാങ്ങിച്ചാൽ അത് അനന്തമായി നീണ്ടുപോകും. പ്രസിഡന്റ് അത് പിൻവലിക്കുന്നത് വരെയും സാമ്പത്തിക അടിയന്തരാവസ്ഥ നീണ്ടുപോകും. സോ അത്രയാണ് നമുക്ക് അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടുള്ള പ്രധാന പ്രൊവിഷൻസ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇത് ഒരു നമ്മളെ SIയുടെ 2015ലെയും 2017ലെയും ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. സോ വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു സെറ്റ് അപ്പ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ്? ഏത് സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് ഒരു ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. സോ അതിന്റെ ആൻസർ മധ്യപ്രദേശ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ദെൻ ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ലൈവ്സ്? ഇതിന്റെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് പറയുന്നത് ഇതൊരു 15,000 പേരെ സർവേ ചെയ്ത് എടുക്കുന്ന ഡീറ്റെയിൽ ആണ്. ദെൻ ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ലൈവ്സ് ഓഫ് അതേഴ്സ്? മറ്റുള്ളവരുടെ ജീവിതം എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? ഓക്കെ, സോ ഇത് നമ്മളുടെ നീൽ മുഖർജിയുടെ ഒരു നോവലാണ്. സോ ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നീൽ മുഖർജിയുടെ ഒരു നോവലാണ്. ഓക്കെ, അത് WW നോർട്ടൺ ആൻഡ് കമ്പനിയാണ് US പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ UK അത് പബ്ലിഷ് ചെയ്യുന്നത് ചാർട്ടൺ ഇൻഡസ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ നീൽ മുഖർജിയുടെ ബുക്കാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 66 NHRC
നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യയിൽ ഏത് വർഷമാണ് വരുന്നത്? ഓക്കെ, അതിന്റെ വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 1993. ഡേറ്റ് വേണമെങ്കിൽ പറയാം, 12 ഒക്ടോബർ 1993 ആണ് അതിന്റെ ഡേറ്റ്. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ വുമൺ ഈസ് റിട്ടൺ ബൈ. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? സോ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ് എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന ബുക്കിന്റെ രചയിതാവ്. അപ്പോൾ അദ്ദേഹം 18ാം നൂറ്റാണ്ടിലെ ബ്രിട്ടനിലെ ഒരു പ്രമുഖ ഫെമിനിസ്റ്റ് ആണ്. ഒരുപക്ഷെ ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫിയിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫെമിനിസം ആണ് അതിന്റെ തീം. മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ് അതിന്റെ രചയിതാവ്. ഓക്കെ, ദെൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോകായുക്ത വാസ് ക്രിയേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഏത് സംസ്ഥാനമാണ് ആദ്യമായിട്ട് ലോകായുക്ത ആരംഭിച്ചത്? ഓപ്ഷൻ എ, മഹാരാഷ്ട്രയാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഓക്കെ, ലോകായുക്ത ആക്ട്, ലോകായുക്ത തുടങ്ങുന്നത് ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ആ ആക്ടിന്റെ പേര് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആക്ട്. ഓക്കെ, 1971 ആണ് വർഷം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്യാം, മഹാരാഷ്ട്രയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ദെൻ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൊറാർജി ദേശായി അധ്യക്ഷനായ ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ലോകായുക്ത നിലവിൽ വരുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. Then a special interim report, okay, a special interim report on problems of readdressal of grievances was submitted by ARC headed by. അതായത് ഏത് ഭരണപരിഷ്കാര കമ്മീഷനാണ് ഈ ശുപാർശ കൊടുത്തത്? പ്രോബ്ലം ഓഫ് റീഅഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. അത് ഓപ്ഷൻ സി, നമ്മളുടെ മൊറാർജി ദേശായി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. സോ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം ആസ്പിറൻസിന് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. സോ ദെൻ എല്ലാവരും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ദെൻ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ഉണ്ട്, ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്, അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിലെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതിൽ കിട്ടും. ദെൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് മറക്കണ്ട, Arun01 എന്നതാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ്. ഇത് നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു 10% ഓഫ് കൂടെ നിങ്ങളുടെ കോഴ്സസിൽ കിട്ടും. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു എവരിവൺ.